അങ്ങനെ സൂര്യ മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടിയിട്ട് എത്തിയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ ആരെ കാണുന്നില്ല. അതേസമയം തന്നെ ഭാവന വിളിക്കുകയാണ്. ഭാവന പറയുന്നത്, സൂര്യ ഒരു പ്രശ്നം നീ ഉണ്ടാക്കരുത്, നമുക്ക് സമാധാനപൂർവ്വം വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എങ്കിലേ മാനസയിൽ നിന്നും സത്യങ്ങൾ തിരിച്ചറിയാനാകും. അതല്ല എങ്കിൽ അവർ മാനസയെ കൊണ്ടുപോകും. പിന്നീട് നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും അധികം വിഷമിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. സൂര്യ പറയുന്നുണ്ട്, നിന്നെ പോലെയുള്ള ആളുകളെയാണ് ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരെ വളർത്തുന്നത് എന്നൊക്കെ പറയാൻ ട്ടോ. അവസാനം ഭാവന പറയുന്നത്, സൂര്യ ഒരു പ്രശ്നത്തിന് പോകരുത് പ്ലീസ്, എന്റെ വാക്ക് നീ ഒന്ന് വിശ്വസിക്ക്, ഞാൻ ഇനിയിൽ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നൊക്കെ പറയാണ്. അതേസമയം തന്നെ മഹേന്ദ്ര ശർമ്മ അവിടെ എത്തുകയാണ് ട്ടോ. അങ്ങനെ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നുണ്ട് സൂര്യ. മഹേന്ദ്ര ശർമ്മ സൂര്യയെ കണ്ടതും കൈ കൊടുക്കുകയാണ് ട്ടോ. പക്ഷെ സൂര്യയായിട്ട് അത് നിരസിക്കുക. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, സൂര്യ സോറി, നിനക്ക് ഞങ്ങളെ കൊല്ലാണ്ട ദേഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി, സോറി. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തുമാകാം എന്നുള്ളൊരു ചിന്തയുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങളും മകനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്റെ ഭാര്യയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. ഭാവനയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊന്നും ക്ഷമിച്ചു നിൽക്കില്ലായിരുന്നു. ഗർഭിണിയായ ഒരു പെണ്ണിനെയാണ് നിങ്ങൾ മാനസികപരമായും ശാരീരികപരമായും ബുദ്ധിമുട്ടിച്ചത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനെയൊക്കെ സൂര്യ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മഹേന്ദ്ര ശർമ്മക്ക് ഒന്നും പറയാനില്ല കേട്ടോ. മോഹിനി ശർമ്മ പറയുന്നുണ്ട്, സൂര്യ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. ദിവസങ്ങളായിട്ട് ഞങ്ങളെ മോനെ കാണാനില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരു അവിവേകമാണ് ഭാവനയെ കിഡ്നാപ്പ് ചെയ്യുക എന്നത്. ഭാവന ഗർഭിണിയാണെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു, ദയവായി ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവസാനം മഹേന്ദ്ര ശർമ്മ പറയുന്നത്, ഞങ്ങൾ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല, മാനസയെ തിരക്കിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്, എങ്ങനെയെങ്കിലും അവളെ ഞങ്ങളുടെ അടുത്ത് എത്തിക്കണമായിരുന്നു, അവൾക്കറിയാം ഞങ്ങളുടെ മകൻ എവിടെയുണ്ടെന്ന്. അവസാനം സൂര്യ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ മാനസയെ കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടോളാം. പക്ഷേ ഒരു കാര്യം, ഇനി ഭാവനയ്ക്ക് ഇങ്ങനെയെങ്കിലും സംഭവിച്ച പിന്നീട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രീതിയിലായിരിക്കില്ല. ഇങ്ങനെയൊക്കെ വളരെ ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ട് സൂര്യ അവിടെ നിന്ന് പോവാൻ. പിന്നീട് കാണിക്കുന്നത് ഗായത്രി ജാനകിയെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ജാനകി പറയുന്നുണ്ട്, ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞാൻ എന്തായാലും ഭാവനയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് നന്നായി. ആ ജയനും പ്രസീതയും എന്ത് പറയുന്നു എന്ന് ചോദിക്കാൻ ഗായത്രി. അവർക്കിപ്പോൾ ഞാനാണ് പ്രശ്നം, എങ്ങനെയെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്നും അവർക്ക് ഇറക്കി വരണം, അതിനുള്ള പ്ലാനുകളൊക്കെ നോക്കുന്നുണ്ട്, അത് ഞാൻ എന്റെ ചെവിക്കോട്ട് കേട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തെ സൂക്ഷിക്കണം, അവർ ചതിക്കും എന്ന് ഗായത്രി പറയാണ്. അവരൊന്നും ചെയ്യില്ല ഗായത്രി, അവർക്കിട്ടുള്ള പണി ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്നെ പുറത്താക്കണം, അതിനു മുൻപ് ഞാൻ അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ ഗായത്രിയോട്. അയ്യോ ഏട്ടത്തി സൂക്ഷിക്കണേ എന്നൊക്കെ ഗായത്രി പറയാൻ കേട്ടോ ജാനകിയോട്. പിന്നീട് കാണിക്കുന്നത് അവർ ഫോൺ വെച്ചതിന് ശേഷം മായ ഒന്ന് ചോദിക്കുന്നുണ്ട്, ആരാ അമ്മയെ ഫോണിൽ ആരോട് സംസാരിച്ചത്? അപ്പോൾ ജാനകിയോടാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവർ തിരക്കാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് വിജയപത്മൻ വന്ന് കയറുന്നത്. ഗായത്രി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഏട്ടത്തിയെ ഫോണിൽ വിളിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയാൻ. എന്തു പറയുന്നു നിന്റെ ജാനകി അമ്മ എന്ന് ചോദിക്കാൻ സേതുവിനോട്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അവിടെ ഇപ്പോൾ പ്രശ്നം ആ അജയനും പ്രസീതയുമാണ്, അവർക്ക് എങ്ങനെയെങ്കിലും ഏട്ടത്തിയെ അവിടെ നിന്ന് പുറത്താക്കണം. ഇത് കേൾക്കുന്ന സേതു പറയുന്നുണ്ട്, ആദ്യം അവരെയാണ് അവിടെ നിന്ന് പുറത്താക്കേണ്ടത്, എന്നാൽ അവിടുത്തെ പകുതി പ്രശ്നം തീരും. അപ്പോൾ വിജയപത്മൻ പറയുന്നത്, ധൃതി പിടിക്കാതെ സേതു, അവരെത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ. എന്താ കാര്യം വല്ലിച്ചാന്ന് ചോദിക്കുന്ന സേതു. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, അല്പസമയം മുൻപ് ഭാവന എന്നെ വിളിച്ചിരുന്നു, ഭാവന വാശി പിടിച്ച് സൂര്യയുടെ വീട്ടിലേക്ക് പോയത് എന്തിനാണെന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ, ഭാവനയെ തട്ടിക്കൊണ്ട് പോയതും അവളെ റിലീസ് ചെയ്യാനുള്ള കാരണവും പിന്നീട് എന്തുകൊണ്ടാണ് സൂര്യയുടെ വീട്ടിലേക്ക് പോയത് എന്നൊക്കെ പറയാൻ. എല്ലാം കേട്ട് നിൽക്കുന്ന സേതുവും മായും ഭാനുവും എല്ലാം ഷോക്കാവുന്നുണ്ട്. സേതു അവനോട് ഈ സത്യം എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മഹേന്ദ്ര ശർമ്മയെ നന്നായി കൈകാര്യം ചെയ്തേനെ എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് പറയാതിരുന്നത് എന്ന് ഗായത്രി പറയാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ അല്പ ക്ഷമയാണ് കാണിക്കേണ്ടത്, ഭാവന ചെയ്യുന്നത് പോലെ ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ നീക്കുക, എങ്കിലേ നമുക്ക് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാളെ സൂര്യയും ഞാനും സേതുവും ജാനകിയും ഭാവനയ്ക്കൊപ്പം നാളെ അവരെ കാണാൻ എത്തുന്നുണ്ട്. ആ സമയത്ത് സേതു അല്പം ക്ഷമ കാണിക്കണം, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സേതുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവസാനം എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് വാക്ക് കൊടുക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ പ്രസീത ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ജയ അവിടേക്ക് വരുന്നുണ്ട് അല്പം വെള്ളം എടുക്കാൻ വേണ്ടി. മാനസമോൾ കഴിച്ചോ ഏട്ടത്തിയെന്ന് ചോദിക്കാം. കഴിച്ചു, എല്ലാവരും കഴിച്ചു. അപ്പോൾ കാസറോളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഫുഡ് അതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഭക്ഷണമൊക്കെ ആർക്കാണ് ഏട്ടത്തിയെന്ന് ജയ ചോദിക്കുകയാണ്. അത് ഞാൻ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അല്പം കൂടുതൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, എല്ലാവരും കഴിച്ചു, ഇനി ഭാവന മാത്രം കഴിക്കാനുണ്ട്, ഞാനാണ് ഫുഡ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അവൾ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ അത് പറയണ്ട എന്ന് പറയാട്ടോ ജയോട്. അപ്പോഴാട്ടോ ജാനകി അവിടേക്ക് വരുന്നത്. ഇതെങ്ങനെ ശരിയാവും, ഭാവനയ്ക്ക് സാധാരണ ഞാനല്ലേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതെന്താ ഇങ്ങനെ രീതി എന്ന് പറഞ്ഞ് ജാനകി ആ പാത്രമൊക്കെ എടുത്ത് നോക്കുകയാണ്. എന്തായാലും നീ എന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, നീ പച്ച കള്ളിയാണ്, ഒരു അവസരം കിട്ടാൻ വേണ്ടി നീ കാത്തു നിൽക്കുകയാണ്, അതുകൊണ്ട് ഇത് ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജാനകി അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് അല്പം കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. ആ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഭാവനയും സൂര്യൻ പുറത്തു പോയിരിക്കുകയാണ്, അവർ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം, നിന്റെ ഭക്ഷണം എന്തായാലും അവർക്ക് വേണ്ട. എല്ലാം കേൾക്കുന്ന ജയ പറയുന്നത്, ജാനകി വെറുതെ നീ ഈ വീട്ടിലെ സമാധാനം കെടുത്തരുത്, ഞാനിവിടെ ആരുടെ സമാധാനം ഇല്ലാതാക്കാൻ വന്നിട്ടില്ല, പക്ഷെ സമാധാനം കെടുത്തുന്നവർ ചിലതുണ്ട്, എന്തായാലും ചിലതൊക്കെ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്, മിക്കവാറും ആരും പ്രതീക്ഷിക്കാത്ത ചില ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം.
കരുതിയിരുന്നോ നീയും അജയനും എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോവാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയാണ് ട്ടോ. സൂര്യ പറയുന്നത് എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ എന്ന് അവരുടെ മുന്നിൽ ക്ഷമയോട് കൂടി നിന്നത്. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ഫ്രോഡാണെന്ന്. അല്ലെങ്കിൽ തന്നെ സ്വന്തം മകനെ കണ്ടെത്താൻ വേണ്ടി മറ്റുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതാണോ മിടുക്ക്? ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഇയാളെക്കാളും എത്ര ഫ്രോഡായിരിക്കും അയാളുടെ മകൻ. ഇങ്ങനെയൊക്കെ സൂര്യ പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട്, മകൻ എത്ര ഫ്രോഡായാലും ചീത്തയായാലും ശരി, അച്ഛനമ്മമാർക്ക് അവരെന്നും നല്ലവരായിരിക്കും. അതുകൊണ്ടാണല്ലോ മകനെ കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിച്ച് അവർ നിൽക്കുന്നത്. എന്റെ ബലമായ സംശയം സുനിലിനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലാതെ ഇത്രയും നാൾ ഒരാൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ? എന്തായാലും സുനിലിനെ കണ്ടുപിടിക്കുന്നത് വരെ അവർ മാനസിക പിന്നാലെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. പോരാത്തതിന് അവൾ ഗർഭിണിയാണെന്ന വിവരം കൂടി അവരറിഞ്ഞു കഴിഞ്ഞു. വല്യമ്മയുടെ വായിൽ നിന്നും ഒരു അബദ്ധം വീണു സൂര്യ. അത് ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞിന്റെ മകനായിരിക്കുമെന്ന് വല്യമ്മ അവരോട് പറഞ്ഞു പോയി. അത് മാനസയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വല്യമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എന്ന് പറയാൻ. അപ്പോൾ സൂര്യ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമാകും. ഇനിയിപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി വെച്ചായിരിക്കും അവർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നാളെ അവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് സൂര്യ പറയാൻ ട്ടോ ഭാവനയോട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ജാനകി നന്നായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ടിട്ടോ. എന്നിട്ട് അവൾ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിൽ വന്നിട്ട് പുറത്തേക്ക് കാലും വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് മനഃപൂർവ്വം ജാനകി ആ അജയനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. തക്ക സമയത്ത് തന്നെ ആ അജയൻ അവിടെ കയറി വരികയാണ്. ജാനകിയെ കണ്ടതും ആകെയും ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് അവൻ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ജാനകി അജയന്റെ കയ്യിലുണ്ടായിരുന്ന തൂവാല പിടിച്ചു വാങ്ങാൻ. എങ്ങോട്ട് അജയേട്ടാ കയറി പോകുന്നത്? ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലല്ലോ. എന്താ എന്നെ കണ്ടിട്ട് അങ്ങ് പിടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാണ്ടോ ജാനകി. ആ ചോദ്യത്തിൽ തന്നെ അല്പം ഒരു റൊമാൻസ് ഒക്കെ കലർത്തിയിട്ടാണ് അവിടെ ആ ഒരു സംസാരം. ജാനകിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം കേൾക്കുമ്പോൾ അജയ് സംശയത്തോട് കൂടി തിരിഞ്ഞു നോക്കാൻ ട്ടോ. എന്നിട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ ഒരുമാതിരി നോട്ടം നോക്കിയാണ്. അപ്പോൾ ജാനകി ഒന്ന് ഇടക്കണ്ണിട്ട് നോക്കിയിട്ട് പറയുന്നത്, എന്താ ചേട്ടാ ഇങ്ങനെ? ഏത് സ്പ്രേ ആ ചേട്ടൻ യൂസ് ചെയ്യുന്നത്? ഈ തൂവാലക്കൊക്കെ എന്താ ഒരു തിളക്കം എന്നൊക്കെ പറയാൻ. അജയേട്ടൻ എന്നെ കാണുമ്പോൾ കാണാത്തതുപോലെ നടക്കുകയാണെങ്കിൽ ഞാൻ അജയേട്ടന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഈ അജയേട്ടനെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് രാജമാണിക്യം സിനിമയിലെ മമ്മൂട്ടിയെ ഓർമ്മ വരികയാണ് എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ അജയൻ ഒന്ന് കുലുങ്ങുന്നുണ്ട്. ശരിക്കും താൻ മമ്മൂട്ടിയെ പോലെ ഉണ്ടോ? ഈ ജാനകി പറയുന്നത് ശരിയാണോ എന്ന രീതിയിലൊക്കെ അവരിങ്ങനെ മനസ്സിൽ ആലോചിച്ച് നിൽക്കുകയാണ്. എന്താ അജയേട്ടൻ ആലോചിക്കുന്നത്? ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. എനിക്ക് അജയേട്ടനെ എപ്പോ കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണ്. ഇനി എന്റെ കാഴ്ചപ്പാടിന്റെ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. രാജമാണിക്യത്തിന്റെ മമ്മൂട്ടിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറയാൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ അജയന് ഒന്ന് ഇളക്കം വരുന്നുണ്ട്. അവൻ അകത്തേക്ക് വെച്ചാൽ പുറത്തേക്ക് വെക്കാണ്. എന്നിട്ട് രാജമാണിക്യത്തിലെ മമ്മൂട്ടി നടക്കുന്ന അതേ രീതിയിലൊക്കെ ഇങ്ങനെ പുറത്തു കൂടെ നടക്കാൻ. ഇതൊക്കെ കാണുമ്പോൾ ജാനകിക്ക് ചിരി വരികയാണ്. അവൾ കൈപൊത്തി അജയൻ കാണാതെ ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടൻ, ഞാൻ പറഞ്ഞത് അപ്പാടെ അങ്ങ് വിശ്വസിച്ചു. ഇവനെ എന്തായാലും നല്ലൊരു പാഠം പഠിപ്പിക്കണം. ഈ ജാനകി കളി തുടങ്ങുകയാണ് മോനെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തായാലും അടുത്ത ഡോസ് പിന്നെ കൊടുക്കാം. അപ്പോൾ ജാനകി എഴുന്നേറ്റ് പോകുമ്പോൾ അജയൻ, ജാനകി നിൽക്ക്, നീ എവിടെയൊക്കെ ഇത്ര ധൃതിപ്പെട്ട് പോകുന്നത്? നിന്റെ മനസ്സിൽ എന്നോട് ഇത്രയും സ്ഥാനമുണ്ടായെന്ന് എനിക്കറിയില്ലായിരുന്നു ജാനകി. നീ എപ്പോഴും കാണിക്കുന്ന ആ മുരട സ്വഭാവം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നിന്നെ ഒന്ന് 7 അയലോക്കത്തേക്ക് അടുപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴല്ലേ നിന്റെ ആ മനസ്സ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയാൻ. ഒന്ന് പോ അജയേട്ട എന്ന് പറഞ്ഞിട്ട് ജാനകി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാൻ ട്ടോ. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. മഹേന്ദ്ര ശർമ്മയെ ഭാര്യയെയും കാണാൻ വേണ്ടി വിജയപത്മനും സൂര്യയും കൂടി ഭാവനയുടെ കൂടെ അവിടെ എത്തുകയാണ്. തക്ക സമയത്ത് തന്നെ അവരും എത്തുന്നുണ്ട് ട്ടോ. വിജയപത്മനെ കാണുന്ന മഹേന്ദ്ര ശർമ്മ ഒന്ന് സംശയത്തോടു കൂടി നോക്കിയാണ്. ആ സമയത്ത് ഭാവന പറയുന്നത്, സാർ സംശയിക്കണ്ട, ഇത് എന്റെ വല്യച്ഛനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പറയുന്നത് പോലെ മാനസിക സംശയമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ മകന് മറ്റെന്തെങ്കിലും സംഭവിച്ചതാകാൻ സാധ്യതയുണ്ടാകും എന്നൊക്കെ പറയാൻ ട്ടോ. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, ഇല്ല, മാനസയെയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് തന്നെ. അവൾക്ക് വേണ്ടിയാണ് അവന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും മാനസയെ അറിയാതെ അവൻ എവിടെയും പോകില്ല. ഇത്രയും ദിവസം അവന് ആരുടെയും കൺവെട്ടത്ത് വരാതെ മറഞ്ഞു നിൽക്കാനും ആവില്ല. തുടക്കത്തിൽ അവളുമായിട്ടുള്ള ബന്ധത്തിന് ഞങ്ങൾ ഒരുപാട് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവണം അവൻ മാനസയെ കാണാൻ എത്തിയതും ഞങ്ങളോട് പറയാതിരുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഹേന്ദ്ര ശർമ്മ. അതുകൊണ്ട് മാനസയെ ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. ഒറ്റയ്ക്ക് അവളെ കാണാൻ സാധിച്ചാൽ അത്രയും നല്ലത് എന്ന് പറയാൻ ട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ ഒറ്റയ്ക്കൊന്നും വിടാൻ പറ്റില്ല. അവളൊരു ഗർഭിണിയാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിക്കാൻ ട്ടോ. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഭാവനയുടെ വല്യമ്മ പറഞ്ഞതുപോലെ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഇനി ഞങ്ങളുടെ മകനായിരിക്കും എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്ന് പറയാൻ ട്ടോ മോഹിനി ശർമ്മ. അതൊരിക്കലും അങ്ങനെയല്ല മാഡം എന്ന് പറഞ്ഞിട്ട് ഭാവന ആ കാര്യങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവളെ വിടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം നേരത്തെ ഞാൻ പറയാൻ കാരണം. ഇനിയിപ്പോൾ ഒന്നും മറച്ചു വെക്കേണ്ടതില്ലല്ലോ എന്നും പറയാൻ ട്ടോ അവൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവളെ കണ്ടേ തീരൂ എന്ന ഒറ്റ വാശിയാണ്. ഒരു കാര്യം ചെയ്യാം, നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് ഞാൻ അവളെയും കൊണ്ടുവരാം എന്ന് ഭാവന പറയാൻ ട്ടോ.
എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിങ്ങൾ ചോദിക്കും. അവളിൽ നിന്നും എന്തെങ്കിലും സത്യം അറിയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാവട്ടെ, അതിൽ ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ വിഷയം ഇവിടെ ഒന്ന് അവസാനിപ്പിക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ ഭാവന. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് മഹേന്ദ്ര ശർമ്മയും പറയാണ്.